എല്ലാവർക്കും നമസ്കാരം. ചെറിയൊരു കാര്യം നിങ്ങളുമായി ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഒരു അവയർനെസ് വീഡിയോ ആയി കണക്കാക്കാം. ബാംഗ്ലൂർ മൈസൂർ എക്സ്പ്രസ് ഹൈവേയിലുള്ള മാക്സിമം സ്പീഡ് 100 km/h എന്നുള്ള റൂള് ഓഗസ്റ്റ് 1 മുതൽ വളരെയധികം സ്ട്രിക്റ്റ് ആയിരിക്കുകയാണ്. എൻ്റെ നാട് കണ്ണൂരാണ്. ഞാൻ നാട്ടിലേക്ക് ഫ്രീക്വൻ്റായി സഞ്ചരിക്കുന്ന ഒരാളാണ്. ഓഗസ്റ്റ് 2 ഞാൻ നാട്ടിലേക്ക് സഞ്ചരിച്ച് ബാംഗ്ലൂരിലേക്ക് തിരിച്ചു വന്ന് ഓഗസ്റ്റ് 5, 6 എന്നിങ്ങനെ ഒരു തീയതികളിൽ എനിക്കൊരു കോള് വന്നു. മാണ്ഡ്യ പോലീസ് സ്റ്റേഷനിലായിരുന്നു കോള് വന്നത്. ഓവർ സ്പീഡിന് നിങ്ങളുടെ പേരിൽ FIR രജിസ്റ്റർ ആയിട്ടുണ്ട് എന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏത് വാഹനത്തിലാണോ സഞ്ചരിച്ചത് ആ ഒരു വാഹനവുമായി നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ എത്തണം. മാത്രമല്ല കോർട്ടിൽ അപ്പിയർ ചെയ്ത് ഈ FIR ക്ലോസ് ചെയ്യണം എന്നായിരുന്നു പറഞ്ഞത്. അന്ന് ഞാനോ എൻ്റെ കൂടെയുള്ളവരോ ഈ ഒരു ന്യൂസിനെ കുറിച്ചോ അല്ലെങ്കിൽ ഈ ഒരു റൂളിനെ കുറിച്ചോ അത്ര ബോധമായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇതെന്താണെന്ന് മനസ്സിലായില്ല. നമ്മൾ അവർ പറഞ്ഞതുപോലെ തന്നെ വണ്ടിയുമായി സ്റ്റേഷനിലെത്തി കോർട്ടിൽ അപ്പിയർ ചെയ്ത് FIR ക്ലോസ് ചെയ്തു. ആക്ച്വലി ഈ ഒരു റൂൾ എങ്ങനെയാണെന്നും ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്കൊരു അവയർനെസ് തരാൻ വേണ്ടിയുമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. നിലവിലുള്ള റൂൾ എങ്ങനെയാണെന്ന് വിചാരിച്ചാൽ മാക്സിമം സ്പീഡ് 100 km/h എന്നിങ്ങനെയാണ്. പക്ഷേ ഇൻ കേസ് നിങ്ങളുടെ സ്പീഡ് 100 to 130 ഈ ഒരു റേഞ്ചിലാണ് നിങ്ങളുടെ സ്പീഡ് എങ്കിൽ നിങ്ങൾക്ക് 1000 രൂപ ഫൈൻ വരാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ സ്പീഡ് 130 km/h കൂടുതലാണെങ്കിൽ നിങ്ങൾക്ക് 2000 രൂപ മുതൽ 1,00,000 രൂപ വരെ ഫൈൻ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു നിയമം മാക്സിമം എല്ലാവരും പാലിച്ചുകൊണ്ട് എക്സ്പ്രസ് ഹൈവേ യൂസ് ചെയ്യുക. എക്സ്പ്രസ് ഹൈവേയിൽ ഇപ്പോൾ ഓൾമോസ്റ്റ് 60ഓളം AI ക്യാമറാസാണ് അവർ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ക്യാമറ അടുത്തെത്തുമ്പോൾ സ്പീഡ് കുറക്കാമെന്നും ക്യാമറ കടന്നു കഴിഞ്ഞാൽ സ്പീഡ് കൂട്ടി നെക്സ്റ്റ് ക്യാമറ ആകുമ്പോഴേക്കും വീണ്ടും സ്പീഡ് കുറക്കാം എന്ന് ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓവർ സ്പീഡിന് ഫൈൻ വരാനുള്ള സാധ്യത കൂടുതലാണ്. ആക്ച്വലി ഈ ഓവർ സ്പീഡിന് ഫൈൻ വന്നാൽ ഇതിനെക്കുറിച്ച് എംപരിവാഹനിൽ നിങ്ങൾക്കൊന്നും ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും കിട്ടില്ല. ആക്ച്വലി ഇത് കർണാടക പോലീസിന് മാത്രം ആക്സസ് ഉള്ള ഒരു പോർട്ടലിൽ വെച്ചിട്ടാണ് ആ ഒരു പോർട്ടലിലാണ് ഇതിൻ്റെ കാര്യങ്ങളും ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ അവർക്ക് മാത്രം ആക്സസ് ഉള്ളൂ. അതിലാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എക്സ്പ്രസ് ഹൈവേ ഈ വന്നതുകൂടി തന്നെ നമുക്ക് ആക്ച്വലി നല്ല റോഡാണ്. നല്ല റോഡാകുമ്പോൾ എന്തായാലും സ്വാഭാവികമായിട്ടും കുറച്ച് സ്പീഡിൽ സഞ്ചരിക്കാനുള്ള ടെൻഡൻസി കൂടുതലാണ്. അപ്പോൾ ആക്സിഡൻറ്റ് കേസസ് ആക്ച്വലി എക്സ്പ്രസ് ഹൈവേ സ്റ്റാർട്ട് ചെയ്തത് മുതൽ ഇന്ന് വരെ ഓൾമോസ്റ്റ് 250 മേലെ കേസസ് ആണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ആക്സിഡൻറ്റ് കേസസ് ആണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ആക്സിഡൻറ്റ് കേസസ് കുറക്കണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി കർണാടക ഗവൺമെൻറ് കൊണ്ടുവന്നൊരു നിയമമാണ്. ഓഗസ്റ്റ് 1 മുതൽ ഇത് വളരെ സ്ട്രിക്റ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ എല്ലാവരിലേക്കും മാക്സിമം ഷെയർ ചെയ്ത് എല്ലാവരെയും ഇതിനെക്കുറിച്ച് അവെയർ ആക്കുക. ഈ എക്സ്പ്രസ് ഹൈവേ ഫ്രീക്വൻ്റായി യൂസ് ചെയ്യുന്ന ആൾക്കാർ പോലും ഇതിനെക്കുറിച്ച് അത്രയും ബോധഡ് ആയിരുന്നില്ല. അപ്പോൾ അതിൽ തന്നെ കുറേ ആൾക്കാർക്ക് 15 മേലെ FIR ഓവർ സ്പീഡിന് FIRൻ്റെ കേസ് രജിസ്റ്റർ ആയ കേസുണ്ട്. അപ്പോൾ അത് ലൈസൻസ് റദ്ദാക്കാനുള്ള ചാൻസ് വരെ ഉള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും ഇതിനെക്കുറിച്ച് അവെയർ ആകുക, മാക്സിമം ബോധേഡ് ആകുക, മാക്സിമം ഇതെല്ലാവരിലേക്കും ഷെയർ ചെയ്ത് ഈ ഒരു നിയമം പാലിച്ചുകൊണ്ട് തന്നെ എക്സ്പ്രസ് ഹൈവേ യൂസ് ചെയ്യുക. താങ്ക് യു. ഡ്രൈവ് സേഫ്.